ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനിക്കൽ. ഇന്ന് നമ്മൾ കേരള യൂണിവേഴ്സിറ്റി രണ്ടാം വർഷ BA-BSc-കാർക്ക് പഠിക്കാനുള്ള സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയിലെ കാവ്യതാര എന്ന പദ്യ പുസ്തകത്തിലെ ഫസ്റ്റ് പോയം കബീർ ദാസിന്റെ സാഖിയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ക്ലാസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകത, പോയം കംപ്ലീറ്റ് മലയാളത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. വേർഡ് ബൈ വേർഡ്, സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് കാവ്യധാരയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കബീറിന്റെ സാഖി അഥവാ കബീറിന്റെ ദോഹെ. ആ ദോഹയിലേക്ക് നമുക്ക് കടക്കാം. പുരാതന കവികളുടെ കൂട്ടത്തിൽ ഹിന്ദി സാഹിത്യത്തില് ഏറ്റവും പ്രമുഖനായ ഒരു കവിയാണ് മഹാത്മാ കബീർ ദാസ്. മഹാത്മാ കബീർ ദാസിനെ കുറിച്ച് പറയുമ്പോൾ, മഹാത്മാ കബീർ ദാസ് എന്ന് ജനിച്ചു, എവിടെ ജനിച്ചു, അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഒക്കെ ആരാണ് എന്നുള്ളതിനൊക്കെ ഊഹാപോഹങ്ങൾ മാത്രമാണുള്ളത്, അഥവാ കിംവദന്തികൾ മാത്രമാണുള്ളത്. അല്ലാതെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഒന്നും തന്നെ ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ജനങ്ങൾ പറഞ്ഞ് അറിയാവുന്ന അഥവാ ജനശ്രുതി അനുസരിച്ച് കബീർ ദാസ് കാശിയിലെ ഒരു വിധവയായ ബ്രാഹ്മണ സ്ത്രീയിൽ ജനിച്ചതാണെന്നും ജന്മനാ തന്നെ ബ്രാഹ്മണ സ്ത്രീ കബീർ ദാസിനെ കാശിയിലുള്ള ലഹർതാര താലാബിൽ ഉപേക്ഷിച്ചുവെന്നും, അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ആ കബീർ ദാസിനെ നീരു നീമ ദമ്പതിമാർ വെളുപ്പിന് ആ ലഹർതാര താലാബിൽ കുളിക്കാൻ വന്നപ്പോൾ കണ്ടുവെന്നും, അവിടെ നിന്ന് എടുത്തു വളർത്തി വലുതാക്കി, അങ്ങനെ ഭാവിയിൽ അദ്ദേഹം കബീർ ദാസായി മാറി എന്നൊക്കെയാണ് കേട്ടുകേൾവിയുള്ളത്. ആ കബീർ ദാസ് പറയുന്നു, ജന്മം കൊണ്ട് ഞാൻ ഹിന്ദുവും കർമ്മം കൊണ്ട് മുസ്ലിമും ആയി തീർന്ന വ്യക്തിയാണ് കബീർ ദാസ് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ഓരോ ദോഹകളും പ്രസിദ്ധമാണ്. അഥവാ ഒരു പുരുഷായുസ്സിൽ സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ദോഹയിൽ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ടെന്ന് നിരീക്ഷകന്മാർ പറയുന്നു. കബീർ ദാസിന്റെ 10 ദോഹകളാണ് നമുക്ക് കാവ്യധാരയിൽ പഠിക്കാൻ വേണ്ടി തന്നിരിക്കുന്നത്. ആ 10 ദോഹകള് നമുക്ക് ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് രണ്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. ആദ്യത്തെ 5 ദോഹകളും രണ്ടാമത്തെ 5 ദോഹകളും. അപ്പോ കാവ്യധാര കബീർ ദാസ് സാഖി പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾ ഒരു പേനയോ ഒരു പെൻസിലോ കയ്യിൽ കരുതുക. ഏതെങ്കിലും വേർഡിന്റെ മീനിങ്ങോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തതാണ് പറയുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറിലോ ഒരു ബുക്കിലോ കുറിച്ചെടുക്കാനായിട്ട് നിങ്ങൾ മടി കാണിക്കരുത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കബീർ ദാസിന്റെ സാഖി. സാഖി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം തന്നെ സാക്ഷി എന്നാണ്. സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്ഷി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഒരു സംഭവം കണ്ടയാളിനെയാണ് നമ്മൾ സാക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സാഖി അഥവാ സാക്ഷി എന്ന് പറഞ്ഞാൽ കബീർ ദാസ് തന്റെ ജീവിതത്തിൽ എന്താണോ കണ്ടിരിക്കുന്നത് ആ കണ്ട കാര്യങ്ങൾ മാത്രമാണ് ഈ ദോഹയിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ അഥവാ അദ്ദേഹത്തിന്റെ ദോഹകൾ എല്ലാം കൂടെ ചേർത്തിട്ട് ബീജക് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിലാണ് സംഗ്രഹിച്ചിരിക്കുന്നത്. ആ ബീജക് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് 3 പാർട്ടുകളുണ്ട്. അതിലൊന്ന് സാഖി, രണ്ടാമത്തേത് സബദ്, മൂന്നാമത്തേത് രമൈനി. അപ്പൊ സാഖി, സബദ്, രമൈനി. അതിൽ ആദ്യത്തെ സാഖിയാണ് നമുക്ക് പഠിക്കാനായിട്ട് കേരള യൂണിവേഴ്സിറ്റി തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. സാഖിയില് ആദ്യത്തെ ദോഹ നോക്കാം. ഐസി ബാണി ബോലിയേ
मन का आपा खोई, अपना मन शीतल करे, औरन को സുഖ ഹോയി. ഐസി ബാണി ബോലിയെ, ബാണി മാനെ വാക്കുകൾ, ഐസി ബാണി ബോലിയെ, ഇങ്ങനെയുള്ള വാക്കുകൾ സംസാരിച്ചാലും മൻക ആപ്പ ഹോയി, മനസ്സിന്റെ ആപ്പ മാനെ അഹങ്കാരം, മനസ്സിന്റെ അഹങ്കാരം നഷ്ടപ്പെടണം. മനസ്സിന്റെ അഹങ്കാരം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള വാക്കുകൾ നമ്മൾ സംസാരിക്കണം. അപ്പനാ മൻ ശീതൽ കരൈ, അപ്പനാ മൻ മാനെ നമ്മുടെ മനസ്സ്, ശീതൽ കരൈ ശീതളമായി തീരും. ഔരൻ കോ സുഖ് ഹോയി, ഔരൻ മറ്റുള്ളവർക്ക്, ദൂസരോം കോ അല്ലെ മറ്റുള്ളവർക്ക്, സുഖ് ഹോയി മറ്റുള്ളവർക്ക് സുഖം ലഭിക്കുകയും ചെയ്യും. ഇപ്പൊ കബീർദാസ് പറയുന്നത്, നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് സുഖം ലഭിക്കണം, നമ്മുടെ മനസ്സിന് സന്തോഷവും ഉണ്ടാവണം. അങ്ങനെയുള്ള വാക്കുകൾ മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ എന്നാണ് കബീർദാസ് പറയുന്നത്. കബീർദാസ് നിർഗുണ ഭക്തി के प्रमुख संत और कवि थे. കബീർദാസ് നിർഗുണ ഭക്തി ശാഖയിൽപ്പെട്ട ഒരു കവിയും അതുപോലെ തന്നെ ഒരു സന്യാസിയുമായിരുന്നു. ഉൻകെ ഉപദേശ് ബീജകമേ സംഗ്രഹീത്, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളെല്ലാം ബീജകം എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ഇസ്കെ തീൻ ഭാഗ് ഹേ, ഇതിന് 3 ഭാഗങ്ങളുണ്ട്. സാഖി, ശബദ് ഔർ രമായനി. സാഖി ഉൻകെ അനുഭവ കാ സാക്ഷി ഹേ, അദ്ദേഹത്തിന്റെ പ്രത്യക്ഷ അനുഭവത്തിന്റെ സാക്ഷിയാണ് സാഖി എന്ന് പറയുന്നത്. ദോഹാ ശൈലിമേം രജിത് സാഖിമേം ഭക്തി ഔർ നീതി की പ്രധാനത ഹേ. ദോഹാ ശൈലിയിൽ രചിച്ചിട്ടുള്ള സാഖിയില് ഭക്തിയും നീതിക്കും ആണ് കൂടുതൽ പ്രാധാന്യം അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാഷ സധുക്കടി ആണെന്ന് പറയാം. ഇനി മധുർ ഔർ സുഖദ് വചൻ ബോൽനെ കാ അഭ്യാസ് സബ്കോ കർണ ചാഹിയെ, കബീർദാസ് കഹത്താ ഹേ. കബീർദാസ് പറയുന്നു, മധുരമുള്ള സുഖപ്രദമായിട്ടുള്ള വാക്കുകൾ സംസാരിക്കാൻ നമ്മൾ പഠിക്കണം. എന്തിനാണ് അങ്ങനെ? ഈസ്സെ ദൂസരോം കോ ശാന്തി മിലേഗി, അതിലൂടെ മറ്റുള്ളവർക്ക് സമാധാനം ലഭിക്കും. ഔർ സ്വയം ആനന്ദക്ക അനുഭവം ഹോഗ, അതുപോലെ നമുക്ക് തന്നെ ഒരു ആനന്ദം ഉണ്ടാവുകയും ചെയ്യും. പ്രസ്തുത ഭാഗമേ കബീർദാസ് ജി കാത്തെ ഹേ, ഈ ഭാഗത്ത് കബീർദാസ് ജി പറയുന്നത്, ഐസി മധുരവാണി ബോലിയേ, നമ്മൾ എപ്പോഴും ഇങ്ങനെ മധുരമായി സംസാരിക്കുക. ജിസുസെ മൻ കാ അഹങ്കാർ നഷ്ട ഹോ ജായ്, അതിലൂടെ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന അഹങ്കാരം നഷ്ടപ്പെടും. ഇസുസെ അപ്നെ മൻ കാ ശീതളത മിൽത്തി ഹേ, അപ്നെ മൻ കോ ശീതളത മിൽത്തി ഹേ, അതിലൂടെ നമ്മുടെ മനസ്സിന് ഒരു ശീതളത ലഭിക്കുകയും ചെയ്യും. ഔർ ദൂസരോം കോ ഭി സുഖ ഹോത്താ ഹേ, അതിലൂടെ മറ്റുള്ളവർക്ക് സുഖം ലഭിക്കുകയും ചെയ്യും. കബീർദാസ് कहने की भाव यह है कि जो धर्म मार्ग का आचरण करना चाहता है, ധർമ്മമാർഗത്തിലൂടെ മുന്നോട്ടു പോകുവാൻ ആഗ്രഹിക്കുന്നവൻ മധുർ ഔർ സ്നിഗ്ധ വാണി ഹി ബോലി ചാഹിയെ, മധുരിക്കുന്ന സ്നിഗ്ധമായ വാക്കുകൾ പറയാൻ ശ്രമിക്കണം എന്നാണ് ആ ദോഹയിൽ കബീർദാസ് നമ്മളെ ഉപദേശിച്ച് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ദോഹ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ദോഹയിലേക്ക് പോകുന്നു. പോഥി പഠി പഠി ജഗമുവ പണ്ഡിത് ഭയാനകോയി, ഠായി അക്ഷർ പ്രേം കാ പഠേ സോ പണ്ഡിത് ഹോയി. പോഥി പഠി പഠി ജഗമുവ പണ്ഡിത് ഭയാനകോയി, ഠായി അക്ഷർ പ്രേം കാ പഠേ സോ പണ്ഡിത് ഹോയി. രണ്ടാമത്തെ ദോഹയാണിത്. വലിയ വലിയ ഗ്രന്ഥങ്ങൾ പഠിച്ച് 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 ഈ ലോകം തന്നെ നശിച്ചു. പണ്ഡിത് ഭയാനകോയി, പണ്ഡിതന്മാരാരും തന്നെ ഇല്ല.
ഠായി അക്ഷർ പ്രേം കാ പഠേ സോ പണ്ഡിത് ഹോയി. ഠായി അക്ഷർ, ഠായി മാനെ രണ്ടര, അക്ഷർ മാനെ അക്ഷരങ്ങൾ, പ്രേം സ്നേഹം. പ്രേം എന്ന രണ്ടര അക്ഷരത്തിന്റെ വില അറിയുന്നവനാരോ അവനാണ് യഥാർത്ഥത്തിലുള്ള പണ്ഡിതൻ. അതാണ് കബീർദാസ് പറയുന്നത്. കബീർദാസ് ഈ രണ്ട് ദോഹയിലൂടെ നമ്മളെ ഉപദേശിക്കുന്നത് എന്തെന്നോ, പുസ്തകത്തിലൂടെയുള്ള ജ്ഞാനം കൊണ്ട് ഒരു മനുഷ്യനും യഥാർത്ഥ ജ്ഞാനിയായിട്ട് മാറുന്നില്ല. മറിച്ച് പരസ്പരം സ്നേഹിക്കുവാനും മറ്റുള്ളവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ട് അവരെ സഹായിക്കുവാനുമുള്ള കഴിവ് പഠിക്കുന്നവനാരോ പ്രവർത്തിക്കുന്നവനാരോ അവനാണ് യഥാർത്ഥ പണ്ഡിതൻ എന്ന് കബീർദാസ് നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു ദോഹയാണ്. പോധി പഠി പഠി ജഗമുവ പണ്ഡിത് ഭയാന കോയി, ഠായി അക്ഷർ പ്രേം കാ പഠേ സോ പണ്ഡിത് ഹോയി. कबीरदास प्रस्तुत दोहे में कहते हैं कि समस्त संसार धर्म ग्रंथों का पारायण करते करते नष्ट हो गया है. ഈ ലോകം ധർമ്മഗ്രന്ഥങ്ങൾ പാരായണം ചെയ്ത് നശിച്ചു. कोई भी यथार्थ ज्ञानी या पंडित नहीं हुआ. അവര് ആരും തന്നെ യഥാർത്ഥ പണ്ഡിതന്മാരോ യഥാർത്ഥ ജ്ഞാനികളോ ആവുന്നില്ല. जो प्रेम का ഠായി അക്ഷർ പഠ് ലേത്താ ഹേ, സ്നേഹം എന്ന രണ്ടര അക്ഷരത്തിന്റെ വില ആരാണോ പഠിക്കുന്നത്, വഹ് ധർമ്മഗ്രന്ഥോं को പഠേ ബിനാ ഹി പൂർണ്ണ പണ്ഡിത് ഹോ ജാതാ ഹേ. അവർ മതഗ്രന്ഥങ്ങളും വലിയ വലിയ ഗ്രന്ഥങ്ങളും പഠിക്കാതെ തന്നെ പണ്ഡിതന്മാരായി തീരും എന്നാണ് ഈ ദോഹയിലൂടെ കബീർദാസ് നമ്മളെ മനസ്സിലാക്കിച്ചു തരുന്നത്. കബീർദാസ് പറയുന്നത്, വലിയ വലിയ ഗ്രന്ഥങ്ങൾ പഠിച്ച് ഞാൻ വലിയ പണ്ഡിതനാണെന്നും പറഞ്ഞ് നടക്കുന്നവന് മറ്റുള്ള ആളുകളോട്, താഴേക്കിടയിലുള്ള ജനങ്ങളോട്, സഹായം വേണ്ടിവരുന്ന ആളുകളോട്, ദയവ് അർഹിക്കുന്ന ആളുകൾക്ക് അല്പം പോലും സഹായമെത്തിക്കുവാൻ, ദയവ് കാണിക്കുവാൻ ഈ പറയുന്ന പണ്ഡിതന്മാർക്ക് നടക്കില്ല. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ പണ്ഡിതരല്ല, അവരെ കൊണ്ട് ഈ ലോകം തന്നെ നശിച്ചിരിക്കുകയാണ്. യഥാർത്ഥ പണ്ഡിതൻ മറ്റുള്ളവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവൻ, മറ്റുള്ളവരെ സഹായിക്കുന്നവൻ, മറ്റുള്ളവരോട് ദയവ് കാണിക്കുന്നവൻ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞു പെരുമാറുന്നവൻ, അവനാണ് യഥാർത്ഥത്തിൽ പണ്ഡിതൻ എന്നാണ് ഈ വരികളിലൂടെ കബീർദാസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ വരികൾ മനസ്സിലായെങ്കിൽ, രണ്ടാമത്തെ ദോഹ മനസ്സിലായെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ദോഹയിലേക്ക് കടക്കാം. दोषपराये देखी करी चला हसत हसत अपने चित्त न आवई जिनको आदीन अंध. दोषपराये देखी करी, മറ്റുള്ളവരുടെ ദോഷം കണ്ടിട്ട്, ചലാ ഹസ്ത് ഹത്ത്, നമ്മൾ ചിരിച്ച് പരിഹസിച്ചു പോകുന്നു. അപ്പനെ ചിത്തനാവൈ ജിൻകോ ആദീനന്ത്, നമ്മുടെ മനസ്സിന്റെ ദോഷം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ ദോഷത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ ആ ദോഷത്തിന് ഒരിക്കലും ഒരു അവസാനവും ഉണ്ടാവില്ല. അപ്പോൾ കബീർദാസ് ഈ ദോഹയിലൂടെ, മൂന്നാമത്തെ ദോഹയിലൂടെ നമ്മളോട് പറയുന്നത് എന്താണോ, ജനങ്ങൾ മറ്റുള്ളവരുടെ ദോഷം കാണുകയും അത് പരിഹസിച്ച് ചിരിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ദോഷത്തെ അവർ കാണുന്നില്ല. ഈ ലോകത്തുള്ള ആളുകൾ മറ്റുള്ള വ്യക്തികളുടെ ദോഷം കണ്ട് പരിഹസിച്ച് ചിരിക്കുന്നു. പക്ഷേ അവരവരുടെ മനസ്സിന്റെ ദോഷം ആരും തന്നെ കാണുന്നില്ല. അതിന് ആരും തന്നെ ഒരു പരിഹാരം കാണുന്നില്ല. അവരവരുടെ മനസ്സിന്റെ ദോഷത്തെക്കുറിച്ച് നോക്കുമ്പോൾ, അത് പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ആ ദോഷത്തിന് ആദ്യവും അന്ത്യവുമില്ലല്ലോ എന്ന് അവർ മനസ്സിലാക്കുന്നത്. കബീർദാസ് അപ്പോൾ ഈ ദോഹയിലൂടെ പറയുന്നത്, നാം
മറ്റുള്ളവരുടെ ദോഷം കണ്ട് പരിഹസിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മനസ്സിന്റെ ദോഷം കാണുകയും ആ ദോഷമില്ലാത്ത ഉള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുകയും ചെയ്യണം. എന്നിട്ട് വേണം മറ്റുള്ളവരുടെ ദോഷത്തെ പരിഹസിച്ച് ചിരിക്കുവാൻ എന്നാണ് കബീർദാസ് ഈ ദോഹയിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. മൂന്നാമത്തെ ദോഹ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമുക്ക് നാലാമത്തെ ദോഹയിലേക്ക് കടക്കാം. മാലാ ഫേരത് ജഗുമുവ മിട്ടാന മൻകാ ഫേർ കരിക്ക മൻകാ ഡാരുദൈ മൻകാ ഫേർ. മാലാ ഫേരത് ജഗുമുവ. കബീർദാസ് കപട സന്യാസിമാരെയും ആൾ ദൈവങ്ങളെയും കളിയാക്കിക്കൊണ്ട് പറയുന്ന ഒരു ദോഹയാണിത്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സന്യാസിമാരുണ്ട്. ഒരുപാട് കപട സന്യാസിമാരും യോഗീവര്യന്മാരും ആൾ ദൈവങ്ങളുമുണ്ട്. ഈ ആൾ ദൈവങ്ങളെല്ലാം സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നത് എന്ന് നമ്മളെ കാണിച്ചു വരികയാണ് ഈ ദോഹയിലൂടെ ചെയ്യുന്നത്. മിക്ക ആൾ ദൈവങ്ങളുടെ കൈകളിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ, അവരുടെ കൈകളിലെല്ലാം ഒരു മാലയുണ്ടായിരിക്കും. ആ മാല അവരിങ്ങനെ തിരുമിക്കൊണ്ടേയിരിക്കും. കണ്ണടച്ച് തിരുമുന്നു. എന്നിട്ട് ഓരോ മുത്തുകളും ഇങ്ങനെ വിടുമ്പോൾ എന്തോ അവർ പറയുന്നത് പോലെ നമുക്ക് തോന്നും. മന്ത്രങ്ങളാണെന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. അവരെന്തോ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും അവരെന്തോ ഈശ്വരനുമായിട്ട് വളരെ അടുത്തുള്ള ഇടപഴകുന്ന ആളുകളാണെന്നും ഒക്കെ സാധാരണക്കാരായിട്ടുള്ള നാം ഓരോരുത്തരും മനസ്സിലാക്കുകയും അവര് പറയുന്ന വാക്കുകളും അവര് തരുന്ന ഉപദേശങ്ങളുമെല്ലാം ശിരസാ വഹിച്ച് അവരുടെ പാതയിലൂടെ സഞ്ചരിക്കാനായിട്ട് നമ്മൾ മുന്നോട്ട് വരികയും ചെയ്യും. അങ്ങനെയുള്ള കപട സന്യാസിമാരെ സൂക്ഷിക്കണമെന്നാണ് കബീർദാസ് ഈ വരികളിലൂടെ നമ്മളോട് പറയുന്നത്. മാലാ ഫേരത് ജഗമുവ. കയ്യിൽ ജപമാലയുമായിട്ട് കറങ്ങി നടക്കുന്ന മിടാനമൻ കാ ഫേർ, കറങ്ങി നടക്കുന്ന ഒരുപാട് കപട സന്യാസിയാം ഹേ, ഒരുപാട് കപട സന്യാസിമാരുണ്ട്. ഉൻകെ സംബന്ധമേ കബീർദാസ് കാത്തേ ഹേ. അവരെ പറ്റിയാണ് കബീർദാസ് പറയുന്നത്. എന്താണ് പറയുന്നത്? മാല ഖുമാത്തെ ഖുമാത്തെ. അവര് മാല ഇങ്ങനെ തിരുമി എന്ത് ചെയ്യുന്നു? തിരുമി അപ്ന സമയം നഷ്ടക്കിയ. അവരവരുടെ സമയം നഷ്ടപ്പെടുത്തി. ലേക്കിൻ മൻ കാ ഭ്രമ ദൂർ നഹി ഹുവ. മൻ കാ ഫേര എന്ന് പറഞ്ഞാൽ അവര് മനസ്സിന്റെ ഭ്രമം മാറ്റിയിട്ടില്ല. ഒരിക്കലും അവര് മനസ്സിന്റെ ഉള്ളിലുള്ള ഭ്രമം കളയാൻ തയ്യാറായിട്ടില്ല. കരിക്ക മൻക ഡാരുദൈ. അവര് കരിക്ക, കര് എന്ന് പറഞ്ഞാൽ കയ്യ്, കരെന്ന് പറഞ്ഞാൽ കയ്യ്. ആ കയ്യിലിരിക്കുന്ന മൻക എന്ന് പറഞ്ഞാൽ മാലയിലെ മുത്തുകൾ, മാലയിലെ മുത്തുകൾ. അത് മൻക ഫേര്. കയ്യിലിരിക്കുന്ന മാല അവര് വലിച്ചെറിഞ്ഞിട്ട് മൻക ഫേർ, മനസ്സിന്റെ മാലയാകുന്ന മുത്തുകൾ കയ്യിലിട്ട് ഇങ്ങനെ തിരുമണം. അപ്പോൾ കബീർദാസ് പറയുന്നത് മാല ഇങ്ങനെ കയ്യിലിട്ട് തിരുമി സമയം കളയുന്നതിനോ നേരത്ത് അവർ ലൗകിക സുഖ ഭോഗങ്ങളെല്ലാം വെടിഞ്ഞിട്ട്, ലൗകിക സുഖദുഃഖങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈശ്വര സ്മരണയിൽ, ഈശ്വരന് വേണ്ടി, ഈശ്വരനെ സ്വീകരിക്കാൻ വേണ്ടി, ഈശ്വരന്റെ ദൃഷ്ടിയുണ്ടാവാൻ വേണ്ടി എപ്പോഴും ഈശ്വര ധ്യാനത്തിൽ മുഴുകട്ടെ. അതവരുടെ മനസ്സുകൊണ്ട് മുഴുകട്ടെ. അല്ലാതെ കയ്യിൽ ഒരു മാലയും പിടിച്ച് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാൻ വലിയ സന്യാസിയാണ്, ഞാൻ വലിയ ഒരു ആൾദൈവമാണ്, ഞാൻ വലിയൊരു സംഭവമാണ് എന്നൊക്കെ മറ്റുള്ളവർ ധരിക്കാൻ വേണ്ടി ഒരു മാലയും പിടിച്ച് ഇങ്ങനെ നടന്നിട്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. അങ്ങനെയുള്ളവരെ കണ്ട് അവരുടെ പിന്നാലെ പോയി നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി
നമ്മുടെ വിലയേറിയ ജീവിതം നഷ്ടപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല. ഈശ്വരനെ ധ്യാനിക്കാൻ വേണ്ടി മാല വേണ്ട, സ്ഥലം വേണ്ട. അതിന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏകാഗ്രമായിരുന്നു കൊണ്ട് ഈശ്വരനെ തന്നെ വിചാരിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് ഈശ്വരനെ ധ്യാനിച്ചാൽ നമുക്കും ഈശ്വരനെ കിട്ടും. നമ്മുടെ മനസ്സിന്റെ അന്ധകാരമില്ലാതെയായി നമ്മുടെ മനസ്സിൽ ജ്ഞാനം, അറിവ്, സ്നേഹം എന്നിവ ഉണ്ടാവുകയും നമ്മുടെ മനസ്സിൽ നിന്ന് ലൗകിക സുഖങ്ങൾ നഷ്ടപ്പെട്ട് ലൗകിക സുഖങ്ങളോടുള്ള ആസക്തി ഇല്ലാതെയായിട്ട് നാം എല്ലായ്പ്പോഴും സന്തോഷവാന്മാരായി തീരുമെന്നാണ് ഈ ദോഹയിലൂടെ കബീർദാസ് നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് 5ാമത്തെ ദോഹയിലേക്ക് കടക്കാം. ദയാ ദിൽ മേ രാഖിയേ तो क्यों निर्दयी होई साई के जब जीव है कीरी कुंजर दोई. ദയാ ദിലമേം രാഖിയെ, മനസ്സിൽ ദയ കുടികൊള്ളുന്നുണ്ട്. തൂ ക്യോം നിർദയി ഹോ, നീ പിന്നെ എന്തിന് നിർദയനാവണം? നിന്റെ മനസ്സിൽ ദയവ് കുടികൊള്ളുന്നുണ്ട്, നീ എന്തിന് മറ്റുള്ളവരോട് നിർദയ കാണിക്കണം? നിന്റെ മനസ്സിൽ ഓൾറെഡി ദയവുണ്ട്. ആ ദയവ് നീ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം, മറ്റുള്ളവരോട് കാണിക്കണം. മറ്റുള്ളവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരോട് അത് പ്രകടിപ്പിക്കണം. സായി കെ സബ് ജീവ് ഹേ, സായി മാനെ ഈശ്വരൻ, കെ സബ് ജീവ് ഹേ, ജീവ് മാനെ ജീവജാലങ്ങൾ. സായി കെ സബ് ജീവ് ഹേ മാനെ ഈ പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങൾ മുഴുവനും ഈശ്വരന്റെയാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഈ പ്രപഞ്ചത്തിലുള്ള കീടങ്ങൾ മുതൽ വലിയ ആന വരെയുള്ള എല്ലാ ജീവജാലങ്ങളും ഈശ്വരന്റേതാണ്, അഥവാ ഈശ്വരന്റെ സൃഷ്ടിയാണ്. ഞാനും നിങ്ങളും പുഴുക്കളും മറ്റു വന്യജീവികൾ ഉൾപ്പെടെയുള്ള എല്ലാ ചരാചരങ്ങളും ഈശ്വരന്റെ സൃഷ്ടിയാണ്. അതെല്ലാം ഈശ്വരന്റേതാണ് എങ്കിൽ കീരി കുഞ്ചർ ദോയി, കബീർദാസ് നമ്മളോട് ചോദിക്കുകയാണ്, എങ്കിൽ അവരോട് എന്തുകൊണ്ട് നീ ദയവ് കാണിക്കുന്നില്ല? കബീർദാസ് പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും ഈശ്വരന്റെ സൃഷ്ടിയാണെങ്കിൽ, നാം ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും ഈശ്വരന്റെ സൃഷ്ടിയാണെങ്കിൽ, നാം എന്തിന് മറ്റുള്ളവരോട് നിർദയവ് കാണിക്കണം? നാം എന്തിന് മറ്റുള്ളവരോട് ദയവ് കാണിക്കാതെ ഇരിക്കണം? നാം എന്തുകൊണ്ട് മറ്റുള്ളവരോട് ദയവ് കാണിക്കാതിരിക്കുന്നു? അതാണ് കബീർദാസ് ചോദിക്കുന്നത്. അതായത് നമ്മൾ എല്ലാവരോടും ദയവ് പ്രകടിപ്പിക്കണം, മനുഷ്യത്വം കാണിക്കണം. നമ്മൾ നിർദയ ഒരിക്കലും കാണിക്കാൻ പാടില്ല എന്നാണ് കബീർദാസ് ഈ ദോഹയിലൂടെ പറയുന്നത്. കബീർദാസ് കഹത്തെ ഹേ കി തൂ അപ്നെ ദിൽ മേ ദയാ രഖ്, അതാണ് നീ നിന്റെ മനസ്സിൽ ദയവ് വച്ചുകൊണ്ട് അന്യജീവോക്കെ പ്രതി നിർദയത ക്യോം ദിഖാത്തെ ഹേ, മറ്റുള്ള ജീവജാലങ്ങളോട് എന്തിന് നിർദയത കാണിക്കണം? इस संसार के सब जीव छोटी कीड़ी से लेकर बड़े हाथी तक ईश्वर की सृष्टि है. ഈ ലോകത്തുള്ള ചെറിയ പുഴുക്കൾ, പ്രാണികൾ മുതൽ കൃമികൾ മുതൽ ആന വരെയുള്ള ജീവജാലങ്ങൾ ഈശ്വരന്റെ സൃഷ്ടിയാണ്. എങ്കിൽ നീ എന്തുകൊണ്ട് മറ്റുള്ളവരോട് നിർദയവ് കാണിക്കുന്നു? അതായത് കബീർദാസ് പറയാണ്, പ്രാണി മാതൃക്കെ പ്രതി ദയാ രഖ്ന ചാഹിയേ. പ്രാണി മാതൃക്കെ പ്രതിമാനെ, പ്രപഞ്ചത്തിലെ എല്ലാ പ്രാണികളോടും എല്ലാ ചരാചരങ്ങളോടും ദയവ് പ്രകടിപ്പിക്കുക. അത് ചെറുതാകട്ടെ വലുതാവട്ടെ, എല്ലാവരും ഈശ്വരന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് എല്ലാവരോടും ദയവ് കാണിക്കുക എന്നുള്ള ആ ഒരു മഹത്തായ ഉപദേശമാണ് കബീർദാസ് 5ാമത്തെ ദോഹയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. 5 ദോഹകളാണ് നമ്മൾ 1ാമത്തെ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. 10 ദോഹകൾ ഒരുമിച്ച് അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അത് ഒറ്റടിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, നിങ്ങൾക്ക് അത് ഭയങ്കരമായ ബോറടി ഉണ്ടാവും.
അതുകൊണ്ട് 6ാമത്തെ ദോഹ മുതൽ 10ാമത്തെ ദോഹ വരെയുള്ള ആ ദോഹകളുടെ എക്സ്പ്ലനേഷൻ, മലയാളത്തിലുള്ള വിവരണം നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ദോഹ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.